ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സീസ് വേൾഡ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു കൊട്ടയും കുറച്ച് കയറും കൊണ്ടുള്ള ഒരു ഫ്ലവർ വേസാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കൊട്ടയും കയറും കൊണ്ട് നമുക്ക് നല്ലൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് നല്ലൊരു ചെടി നടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊട്ട എടുത്തിരിക്കുന്നത്. ഇതൊരു പഴയ കൊട്ടയാണ്. അത് ചീത്ത ചെയ്ത് തുടങ്ങി. അതിന് നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ കുട്ടികൾ കുറേ കൺസ്യൂമർ സാധനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന സാധനമാണ്. അപ്പം ഈ കൊട്ട കുറച്ച് പഴതാണ്, അതുകൊണ്ട് വേറെ ഒന്നും ഇനി പറ്റില്ല. അപ്പം ഇതിന് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഈ കൊട്ട നമ്മളെടുത്തിട്ട് അത് ഫ്ലവർ വേസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കയറെടുത്തിട്ടുണ്ട്. കണ്ട, ഈ കയറെടുത്തിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ട് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ കൊട്ടയുടെ അടിഭാഗത്ത് നമ്മൾ ചുറ്റണില്ല. ആ കുറച്ച് ഭാഗം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രം നമ്മൾ ചുറ്റണുള്ളൂ. അത് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി കൊടുക്കുകയാണ്. കണ്ട, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി കൊടുക്കുക. ഭംഗിയായിട്ട് ചുറ്റിയെടുത്ത് അത് നമ്മുടെ കൊട്ടയുടെ മോൾ ഭാഗം വരെ നമ്മൾ ചുറ്റി കൊടുത്തു. കണ്ട, ഇതാ അപ്പം നല്ല ഭംഗിയായില്ലേ കൊട്ട? നോക്ക്, അങ്ങനെ മോൾ ഭാഗം വരെ നമ്മൾ ചുറ്റിയെടുത്തു. ചുറ്റി, കണ്ടോ? കയറ് നല്ല ഭംഗിയായിട്ട് ചുറ്റിയതിന് കൊട്ടേനെ ഭംഗിയായിട്ട് ചുറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ചെടി വെക്കണം. അപ്പം കൊട്ട ശരിയായി. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കൊള്ളണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെക്കണം. എന്നാലാണ് നമുക്കത് വെള്ളം ചോർന്ന് പോരാണ്ട് ഇരിക്കാനും, മണ്ണിട്ട് കഴിഞ്ഞാൽ വെള്ളം താഴ്ത്തിട്ട് പോരാണ്ടിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അതിനകത്തേക്ക് ഇത് മണ്ണിടണം. കുറേശ്ശായിട്ട് മണ്ണിടണം. കുറച്ച് മണ്ണിടണം. ചെടി വെച്ചതിന് ശേഷം മണ്ണിട്ടതിനകത്ത് ഒരു പകുതി മാത്രം മണ്ണ് ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അതിനകത്ത് ബോട്ടിലേക്ക് ഇടണുള്ളൂ. ബാക്കി നമുക്ക് ചെടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇടാം. ചെടി ഇതിനകത്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ ചെടി എടുത്തുകൊണ്ട് വന്നു. ഈ ചെടിയാണ് നമ്മൾ അതിനകത്ത് വെക്കാൻ പോണത്. ഈ ചെടിയുടെ പേരാണ് ബിഗോണിയ. ബിഗോണിയ എന്ന് പറയുന്ന ചെടിയാണ് നമ്മൾ ആ കൊട്ട ഫ്ലവേഴ്സിനുള്ളിൽ വെക്കാൻ പോണത്. നോക്കുക, നിങ്ങൾ നോക്കുക, നന്നായിട്ട് നോക്കുക. കണ്ടോ, ബിഗോണിയ ചെടി. അതിനുവേണ്ടി നമുക്ക് ഇത് നമ്മൾ ഓരോന്നും ആ ചെടി എതളുകൾ ചെറുതായിട്ട് എതളുകൾ അടർത്തി എടുത്തിട്ട് ഓരോ ചെറിയ കുഞ്ഞി ചെടിയായിട്ടാണ് അതിനകത്ത് വെക്കാൻ പോണത്. ഒരുമിച്ചല്ല വെക്കാൻ പോണത്. സെപ്പറേറ്റ് ആയിട്ട് അടർത്തി എടുത്തിട്ടാണ് നമ്മൾ അതിനകത്ത് വെക്കണത്. കുറച്ച് വേര് പിടിച്ചിട്ടുള്ള തണ്ട് ചെടികളാണ്, കുഞ്ഞളപ്പുകളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേഗം പിടിച്ച് കിട്ടും മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ. ചെറിയൊരു വേരോട് കൂടിയിട്ടുള്ളതാണ്. എല്ലാ അളപ്പുകളും ചെറിയൊരു വേരുണ്ട്. അപ്പോൾ വേരോട് കൂടിയാണ് നമ്മൾ അതിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അത് വേഗം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ നമ്മൾ ചെയ്യണത്. ഇനി നമ്മൾ ബാക്കിയുള്ള മണ്ണ് അതിലേക്ക് ഇടുന്നു. നന്നായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മണ്ണും കൂടിയും അതിനകത്ത് ഇട്ട് കൊടുക്കണം.
നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണിട്ടിട്ട് നന്നായിട്ട് ഉറപ്പിക്കുക. നമ്മൾ ഇനി നന്നായിട്ട് അങ്ങോട്ട് ഉറപ്പിക്കുക. നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉറപ്പിച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചെടി, ബിഗോണിയ ചെടി. അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ട ഫ്ലവർ വേസ് ആക്കിയിട്ട് നമ്മൾ ശരിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ബിഗോണിയ പ്ലാന്റ്. അപ്പം നമ്മുടെ കൊട്ടയാണ് നമ്മളിപ്പോൾ ചട്ടിക്ക് വേണ്ടിയിട്ട്, ചെടിച്ചട്ടിക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കൊട്ടയാണ്. കൊട്ടയുടെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഈ ബിഗോണിയ പ്ലാന്റ് നട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് സിറ്റ് ഔട്ടിലോ ഹോളിലോ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും വയ്ക്കാം. കുറച്ചും കൂടി മണ്ണിട്ടിട്ട് നോക്കുകയാണെങ്കിൽ ഇനി ബാക്കിയുള്ള മണ്ണ് കൂടിയിട്ട് നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആരാ പിച്ച ആരാ? അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബിഗോണിയ പ്ലാന്റ് ഡെക്കറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെടി ഞാൻ എൻ്റെ വാഷ് ബേസിനരികിലാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അതുകൊണ്ട് ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.